ഈ മസാല നെയ്റോസ്റ്റൊന്നും ഇല്ലേ? മസാല ദോശ നെയ്റോസ്റ്റൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ, ഞങ്ങൾക്ക് അത് നിർത്താൻ പറ്റും. ഗ്യാസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങളുടെ കസ്റ്റമേഴ്സായിട്ട് അത്ര ഇടപഴകുന്ന ആൾക്കാരാണ്. ഞങ്ങൾ അതിനുള്ള ഒരു വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പഴയ ഗ്യാസ് അടുപ്പൊന്നും ഉണ്ടായിരുന്നു, അതിന്റെ കുറെ ഭരണങ്ങളൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കി ഹൈറ്റ് ഒന്ന് കൂട്ടി അതിനനുസരിച്ച് വിറകിന്റെ രീതിയിലാക്കി മാറ്റി. കണ്ടില്ലേ, നന്നായിട്ട് കത്തുന്നു. അപ്പൊ അടുത്ത രീതിയിലൊരു ഫാന് കൂടി വെക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ രീതിയിലാക്കി മാറ്റി അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക്. യാതൊരു കുഴപ്പമില്ല. കാരണം ഗ്യാസിന്റെ ദോശക്കല്ലിനെ സംബന്ധിച്ചിടത്തോളം ഗ്യാസ് ഇല്ലാത്തൊരു പ്രോബ്ലം വരുന്നില്ല. ഞങ്ങൾക്ക് മറ്റുള്ള അടുപ്പിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം കറികൾ ഉണ്ടാക്കാനും പിടിക്കാനൊക്കെ അതും തൽക്കാലം ഞങ്ങൾ വേറെ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. കാരണം എന്തായാലും ചായക്ക് അതേപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വൈദ്യുതി മിഷൻ വാങ്ങി തറക്കാൻ ചായക്ക് സമാനമൊന്നും കത്തിക്കാൻ പറ്റാത്ത രീതിയിലായി. ഇങ്ങനെയൊക്കെയാണ് സംഭവം നടന്നു പോകുന്നത്. കാരണം ദോശയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ ആശ്വാസമാണ്. ഇങ്ങനത്തെ അടുപ്പ് പുക വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു മീഡിയം ലെവലിൽ ഇങ്ങനെ കത്തിച്ചാൽ മതി. ആദ്യത്തെ ലെവലിൽ കത്തിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ആ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ നിന്ന് കിട്ടുകയാണ്. യാതൊരു കുഴപ്പമില്ല. ദോശയും മസാലയും നെയ്റോസ്റ്റൊക്കെ നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ചൂട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും ഭാവിയിൽ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഗ്യാസ് മാത്രം ഇല്ലാതെ എന്താ ചെയ്യാ? ഗ്യാസ് ഇല്ലെങ്കിൽ ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഗ്യാസിനെ മാക്സിമം കുറച്ചിട്ട് ഈ പരിപാടി നോക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ജീവിച്ചു പോകണ്ടേ? കാരണം ഇത് മനസ്സിലായി. കാരണം ഇങ്ങനെ സംഭവിക്കാം. 10-20 കൊല്ലം ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് ഇങ്ങനെ. കാരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. ഞങ്ങളിവിടെ നല്ല അടുപ്പായിരുന്നു. ആദ്യമൊക്കെ ഗ്യാസിന്റെ അടുപ്പ് തന്നെയായിരുന്നു, വിറകടുപ്പായിരുന്നു, ഒക്കെ ആയിരുന്നു ഇതിൻ്റെ കാലത്ത്. ഞങ്ങളുടെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ 1947 മുതൽ തുടങ്ങിയ ഹോട്ടലാണ്. അച്ഛൻ വെല്ലിച്ചൻ എല്ലാവരും കൂടി തുടങ്ങിയ ഹോട്ടലായിരുന്നു. കാരണം 60-70 80-90 വർഷമായി ഞങ്ങൾ ഈ ഹോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ തലമുറയായിട്ട് നടത്തുന്ന ആളാണ് ഞാൻ. എൻ്റെ ഏട്ടൻ ഉണ്ടായിരുന്നു. 2 കൊല്ലം മുന്നേ അദ്ദേഹം മരിച്ചു. അതിനുശേഷം ഞാനാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഇവിടെ 6 മാസം മുന്നേ ഒരു അടുപ്പുണ്ടായിരുന്നു. അതും കൂടി ഞാൻ പൊളിച്ച് കളിയാണ് ചെയ്തത് ഇവിടെ. സത്യം പറഞ്ഞാൽ അത് വിറകടുപ്പായിരുന്നു. അത് വിറകിൻ്റെ അടുപ്പിൽ ഗ്യാസ് കയറ്റിയതായിരുന്നു. അതും അപ്പോൾ ആ സമയത്ത് പോയി. ഞങ്ങൾ പൊളിച്ച് നന്നാക്കി ഗ്യാസ് അടുപ്പ് സെറ്റാക്കിയപ്പോൾ ഒരു 5-6 മാസം മുന്നേ അടുപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അതും ഒഴിവാക്കേണ്ടി വന്നു ഞങ്ങൾക്ക്. ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും പരാജയപ്പെടാൻ ഞങ്ങൾ എന്തായാലും തയ്യാറല്ല.